ഹലോ, ഇന്ന് നമുക്കെല്ലാവർക്കും കൂടി ഒരു യാത്ര പോയാലോ? യാത്ര എങ്ങോട്ടാന്നല്ലേ? നേരെ വർക്കല ശിവഗിരിയിലേക്കാണ് കേട്ടോ. അപ്പം നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പം ആവണിശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നു. നമുക്ക് 6:40-നാണ് അവിടുന്ന് ട്രെയിന്. കന്യാകുമാരി ട്രെയിനാണ്. പുനലൂരിൽ നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പം അതിന് കയറിയാൽ നമുക്കൊരു 8:30 8:45 ആകുമ്പോഴത്തേക്കും ശിവഗിരി വർക്കലയിൽ ചെന്നിറങ്ങാൻ പറ്റും. അപ്പം അങ്ങനെ 6:40 ആയപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെയായിരുന്നു ട്രെയിനൊക്കെ വന്ന്. നമ്മൾ ട്രെയിനിൽ കയറി. ചിക്കുമൊക്കെ ചെറിയ ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ, കാരണം രാവിലെ എഴുന്നേറ്റതാണ് 4 മണിയായപ്പോൾ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ഇരുന്ന് പോകുന്ന വഴിക്ക് കണ്ടൊരു നല്ല കാഴ്ചയുണ്ട്. ഇത് പറവൂർ ഭാഗം വന്നപ്പോഴാണ് ട്രെയിൻ ഈ കായലിൻ്റെ മുകളിൽ കൂടെ പോകുമ്പം ഉള്ള നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ്. രാവിലത്തെ ചെറിയ തണുപ്പും ഒക്കെ കണ്ട് ഇങ്ങനെ ട്രെയിനകത്തിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോകുന്നത്. പെട്ടെന്നാണ് വർക്കല എത്തിയത്. ഒരുപാട് സമയമൊന്നും എടുത്തില്ല. കറക്റ്റ് 8:40 ആയപ്പോഴത്തേക്കും നമ്മൾ വർക്കല സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വർക്കലയിൽ നിന്ന് പിന്നെ അവിടുന്ന് ഒരു ഓട്ടോയിലാണ് കേട്ടോ ശിവഗിരിയിലേക്ക് പോയത്. നടന്നു പോവുകയും വേണമെങ്കിൽ ചെയ്യാം. പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. അച്ഛൻ നടന്നാണ് കേട്ടോ വന്നത്. അങ്ങനെ വർക്കലയിൽ ചെന്നപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. 9 മണി സമയമായതുകൊണ്ട് തന്നെ അവിടെ കാപ്പി രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ അങ്ങനെ ഞങ്ങൾ പോയി കാപ്പി കഴിച്ചു. ഉപ്പുമാവും പഴവും കടുങ്കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ ശാരദാ ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോയത്. അവിടെയും രാവിലെ ആണെങ്കിൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം തീർത്ഥാടനം അടുത്ത ദിവസം തുടങ്ങുമായതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആയതുകൊണ്ടും ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. കയറി തൊഴുതു. അത് കഴിഞ്ഞ് അവിടെയൊക്കെ, കാരണം നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ എന്തായാലും വൈകിട്ട്, നമ്മളിപ്പോൾ രാവിലെ വന്ന ട്രെയിൻ വൈകിട്ട് 6 മണിക്ക് വർക്കല സ്റ്റേഷനിൽ തിരിച്ചു വരുന്നത്, കന്യാകുമാരിക്ക് പോയിട്ട്. അപ്പോൾ ആ ട്രെയിനിൽ തന്നെ തിരിച്ച് നമ്മൾ പോകാനായിട്ടുള്ള പ്ലാനിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ തിരക്കൊന്നും പിടിച്ചില്ല. എല്ലായിടവും വളരെ സാവധാനം നടന്നാണ് കണ്ടത്. ഇത് വൈദ്യമഠമാണ്. അവിടെ ഇരിക്കും പ്രത്യേക ആംബിയൻസ് ആട്ടോ. എനിക്ക് അത്രയും സ്ഥലം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു. നല്ലൊരു പീസ്ഫുൾ പ്ലേസാണ്. നല്ല തണലും തണുപ്പും ഒക്കെ ഉണ്ട് അവിടെ ഇരിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ മുകളിലേക്ക് സമാധി മണ്ഡപത്തിന് അങ്ങോട്ടേക്ക് കയറാൻ ആയിട്ട് പോയി. അവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഗുരുദേവൻ ഉപയോഗിച്ച കസേരകളും പല്ലക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സമാധി മണ്ഡപത്തിൻ്റെ അവിടെ എത്തി. ഇതാണ് സമാധി മണ്ഡപത്തിനടുത്തുള്ളൊരു പ്ലാവാണ്. ഗുരുദേവൻ നട്ട പ്ലാവാണ്. അതിപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ പരിപാലിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമാധി മണ്ഡപം, അതിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ആളുകളൊക്കെ വിശ്രമിക്കുകയും നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അമ്മയും പിള്ളേരെയൊക്കെ നിർത്തി അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. പക്ഷേ കറക്റ്റ് ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം അതുപോലെ തിരക്കുണ്ടായിരുന്നു. ഇതാണ് സമാധി മണ്ഡപം. അപ്പം പോയിട്ടുള്ളവർക്കറിയാം, അതിന് ചുറ്റും ഗുരുദേവൻ്റെ മഹത് വചനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ചുറ്റുമുണ്ട്. അങ്ങനെ നമ്മൾ ചുറ്റും നടന്ന് കാണുന്നിടത്തെല്ലാം അങ്ങനെയുണ്ട്. അതിന് താഴെ തന്നെയായിട്ട് ബ്രഹ്മവിദ്യാലയമുണ്ട്. ബ്രഹ്മവിദ്യാലയം ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന, അവിടുത്തെ സന്യാസി മഠത്തിലുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഗുരുദേവൻ്റെ ഉപയോഗിച്ച സാധനങ്ങളും അങ്ങനെയെല്ലാം എടുത്തു വെച്ചിട്ടുള്ള എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഈ വട്ടം അങ്ങനെ കണ്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി. കയറി പോകാനും ഇറങ്ങി വരാനും ഒക്കെ 2 വഴികളൊക്കെ ഉണ്ട് കേട്ടോ. നേരെ താഴേക്ക് ഇറങ്ങി വന്ന് നേരെ അപ്പോഴത്തേക്കും ഊണിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഊട്ടുവരെ പോയി ഊണൊക്കെ കഴിച്ച് വന്നൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ അവിടെ കടകളുടെ മേളമായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. പിള്ളേരെയും കൊണ്ട് പോയി നമ്മൾ ശരിക്കും കൈ പൈസ ഇല്ലെങ്കിൽ പെട്ടു പോകും. അതുപോലെ കടകളുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചിന്നും കുഞ്ഞും ഒന്നും ഞങ്ങളെ തറയിൽ നിർത്തിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. കാരണം അവൾമാർക്ക് കാണുന്നതെല്ലാം ആവശ്യമായിരുന്നു. പിന്നെ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. പിന്നെ പൊരിപ്പുകളും പഴയകാല മിഠായികൾ, പഴയകാല സമയത്തൊക്കെ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പേനകൾ, പെൻസില്, അങ്ങനെ എന്ന് വേണ്ട A to Z എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഒരുപാട് കടകളുണ്ട്. കാരണം തീർത്ഥാടന സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കടകളുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ബൊമ്മകളൊക്കെ ഇങ്ങനെ ഒരു അറേഞ്ച് ചെയ്തൊക്കെ വെച്ചേക്കുന്ന കാണാനേ നല്ല ഭംഗിയാണ്. ഇതിന് പിന്നെ പെറ്റ് ഷോ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിള്ളേരെ കയറി കാണിച്ചില്ല, കാരണം പാമ്പും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇനി അവർക്ക് പേടിയായാലോ എന്ന് വിചാരിച്ച് അകത്ത് കയറി കാണിച്ചില്ല. അതിന് പുറത്ത് നിന്ന് അവർ കാണിക്കുന്നതൊക്കെ മൃഗങ്ങളെയൊക്കെ കാണിച്ചു കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മളവിടെ റെസ്റ്റൊക്കെ എടുത്ത് സമാധാനത്തിലാണ്. ഒരു 4 മണിയൊക്കെ ആയി നമ്മൾ തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ വന്ന വഴിയിൽ ആ റോഡിലേക്ക് ഉള്ളിടത്തെല്ലാം ഇതുപോലെ കച്ചവടക്കാരാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് വർക്കല ബീച്ചിലേക്കാണ്. കാരണം നമുക്ക് 6:20-നാണ് ട്രെയിൻ. അപ്പോൾ നമുക്ക് ഇനി പിന്നെ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ നേരെ വർക്കല ബീച്ചിലോട്ട് പോയി.
അവിടെ ചെന്നപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. 4 മണി സമയമൊക്കെ കഴിഞ്ഞതുകൊണ്ട് വെയിലൊക്കെ കുറച്ച് താന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ആളുണ്ടായിരുന്നു ബീച്ചിൽ കേട്ടോ. കുഞ്ഞുവിനും ചിക്കുവിനും ചിന്നുവിനും ആണെങ്കിൽ കടൽ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. പിന്നെ പാൻ്റൊക്കെ പൊക്കി വെച്ച് നേരെ അങ്ങ് വെള്ളത്തിലിറങ്ങി. പക്ഷേ നനയ്ക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. തിരിച്ച് കയറിയപ്പോഴത്തേക്കും എല്ലാം ഇട്ടിരുന്നതെല്ലാം നനഞ്ഞുകൊണ്ടാണ് കയറിയൊക്കെ വന്നത്. എന്നാലും സാരമില്ല, അവരുടെ സന്തോഷമല്ലേ. അങ്ങനെ ചിന്നു കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി വെച്ച് അത് വന്ന് തിര വന്ന് മായ്ക്കുമോ എന്ന് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം പിള്ളേരുടെ കളിയൊക്കെ കണ്ട് ഞാനും അങ്ങനെ അവരുടെ കൂടെ നിന്ന് കറക്റ്റായിട്ട് ചിഹ്നം എഴുതി വെച്ചു. അതെല്ലാം വന്ന് തിര മായ്ച്ചുകൊണ്ട് പോയി. അവളുമാർ വീണ്ടും വീണ്ടും എഴുതും, വീണ്ടും വീണ്ടും വന്ന് മായ്ക്കും. അങ്ങനെയൊക്കെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം പിള്ളേരെ സംബന്ധിച്ച് കടലും വെള്ളമൊക്കെ എന്ന് പറയുന്നത് എത്ര കളിച്ചാലും എത്ര ചാടിയാലും മതി വരാത്തൊരു കാര്യമാണ്. പിള്ളേർക്കെന്നല്ല, ആർക്ക് വലിയവർക്കായാലും കടൽ തീരത്ത് ചെന്നിരിക്കുമ്പം നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാവത്തില്ല. അത്രയും നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി. മമ്മിയും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ പിന്നെ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ